അറിയാതെ സംഭവിക്കുന്നതാണ്. പിന്നെ ഇറ്റാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. അടുത്ത 2-3 പടത്തിൽ അഭിനയിക്കാൻ തന്നെ നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ മറ്റേ സ്വർണ്ണം വായിക്കാൻ പറ്റുന്നില്ല, കല്യാണ ചെലവുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പം ജോഷേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ജോഷേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4 ചെറുപ്പക്കാരെ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സോഷ്യൽ ആണെങ്കിലും അതുപോലെ വന്നതാണ്. ഇപ്പം MC ജിതിനായിട്ട് ഞാൻ പരിചയമാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണമെന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഇത് പക്ഷെ എല്ലാം ഹിറ്റ് ആയിരിക്കും. തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുത്തിരുന്നത്. എല്ലാ തരത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് അനുസരിച്ച് എഴുത്തുകൾ വരുന്നുണ്ട്. എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത്. പക്ഷെ ഒരു കാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇവര് സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത്, അതോ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് ഇതിനെങ്ങനെയാണോ? എനിക്കൊന്നും പറയില്ല. അവർക്ക് പറഞ്ഞപ്പോൾ കണക്ട് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. മൗത്ത് പബ്ലിസിറ്റി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ള തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പൊ ഒരു പടം കഴിഞ്ഞ് ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജെനുവിനായിട്ട്, എടാ പടം അങ്ങനെ ഉണ്ടല്ലേ, അവർ ഒരു അളിയ നല്ല പടമാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് കാണാനൊന്നും അളിയ OTT കണ്ടാൽ മതി. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന പോലെ അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സിനിമ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും. ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആര് എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. അത്ര എനിക്ക് പറയാനുള്ളൂ. ദീപകിന് എന്താ തോന്നുന്നത്? ദീപക് ഇതുപോലെ ഒരു നിരൂപകരെ പറഞ്ഞപ്പോ നിരൂപകൻ തന്നെ ഭയങ്കര കയറ്റിയായിരുന്നല്ലോ. അശ്വിൻ കോക്കിനെതിരെ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയ എല്ലാവർക്കും അവിടെ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നൊരു പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും. ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല. കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് നല്ല സിനിമ ആയിരുന്നു പറഞ്ഞതിനേക്കാൾ നല്ലത് തിയേറ്ററിൽ പോയി കാണാതെ ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അത് അവരോട് അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമാ നിരൂപണം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞാല് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം, കാണാൻ കൊള്ളാവോ ഇല്ല, എങ്ങനെയുണ്ട്. അത് അവരുടെ അഭിപ്രായം കേൾക്കുന്നവരെ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ഞാൻ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമ അതുപോലെ സംഭവിക്കുന്നുണ്ട്, ഹിറ്റടിക്കുകയും ചെയ്യും. ആവേശം കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പം അമ്പാനെ ക്യാരക്ടർ ശരിക്കും ആൾക്കാരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു? കാരണം ഷെയ്ഡ് വരരുത്, അല്ലെങ്കിൽ ആൾക്കാരെ ഇത് കണ്ടിട്ട് സിനിമ അമ്പാന്റെ വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അപ്പൊ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു ഈ ഒരു ക്യാരക്ടർ എടുക്കുന്നത്? എനിക്ക് അതിലേക്കാളും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുമ്പോ
നമ്മൾ വായിച്ചതിന്റെ അത്ര ഇത് ഇപ്പം കറക്റ്റ് ആയില്ല, അങ്ങനെയൊക്കെ ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ അവർ വായിച്ചേക്കുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ടെൻഷൻ കാരണം, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിലൊരു ഹ്യൂമർ കോമിക് ക്യാരക്ടറാണ് എല്ലാവരും മനസ്സിലത് കയറി. ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്ന് റിലീസായിട്ടില്ല. അപ്പൊ നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാൻ എങ്ങനെ ഇതിൽ എന്താ ചെയ്തേക്കുന്നത്, എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവശ്യത്തിൽ എന്ത് ചെയ്യാൻ അമ്പാന്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇവിടെ ഒന്ന് മരിയാനോടുകൂടി കഥ പറയുമ്പോൾ തൊട്ട് നമുക്കറിയാതെ എങ്ങനെയാണ്. പിന്നെ നോവൽ വായിച്ചപ്പോൾ അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ തുഴയാൻ പഠിക്കാൻ പോയി. ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ ലിജോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ഞാൻ രാവിലെ ഇതുപോലെ 5:30 ആകുമ്പോഴേക്കും അഷ്ടമുടി കായലിൽ 2 ചേട്ടന്മാരുണ്ടാവും. വലിയ വള്ളം, പല രീതിയിലുള്ള ചെറിയ വള്ളം, വലിയ വള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത്. അതുപോലെ അങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറ്റാവുന്ന, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. അതായിരുന്നു എന്റെ ഞാൻ ആക്ച്വലി ബേസിലിന്റെ 2ാം സിനിമയിൽ ജാനമല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് പി ആയിട്ട് കണ്ടിട്ടുള്ളൂ, ബേസിലായിട്ട് കണ്ടിട്ടില്ല. അവിടെ ആണെങ്കിൽ രംഗേനാണ് കണ്ടിട്ടുള്ളൂ, ഫഹദിനെ കണ്ടിട്ടില്ല. ആക്ഷൻ പറയുമ്പോ അത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ ആക്ഷൻ പറയുമ്പോ അജേഷ് പി ബേസിലില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിയുടെ ചെയ്യാൻ. അത് ഒന്നും ഇതിനെപ്പറ്റി പറയാറായിട്ടില്ല. വരുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു. ടിച്ചറിനാണെങ്കിലും എന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും. ഞാനിപ്പോ അത് പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരെന്തെങ്കിലും അറിയിക്കും. എന്തായാലും അതെന്തായാലും അതിന്റെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ, ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയുമോ.